ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യ അഭിയോട് പറയുന്നുണ്ട്, നീ എനിക്കൊന്നും മേടിച്ചു തന്നില്ലെങ്കിലും കുറച്ച് സ്നേഹമെങ്കിലും പ്രകടിപ്പിച്ചുകൂടെയെന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടാണ്. കൊള്ളാം, നിനക്കല്ലേ ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തത്, നിനക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. കാരണം കല്യാണത്തിന് മുമ്പ് നീ എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു, നെക്ലേസ്, മോതിരം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം നീ എനിക്ക് തന്നത്. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളി മോതിരമെങ്കിൽ നീ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. അന്നേരം എനിക്ക് അതിനനുസരിച്ചുള്ള സാലറിയൊക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തികം ഉണ്ടായിരുന്നു, 3 ബ്രാഞ്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിക്കും. അത് 3 ബ്രാഞ്ച് അന്ന് നിൻ്റെ കയ്യിൽ തന്നപ്പോൾ നീ അതിനകത്ത് അഴിമതി കാണിക്കാൻ പോയോണ്ടല്ലേ നിനക്കിപ്പോൾ അതൊന്നും ഇല്ലാതായി പോയെങ്കിൽ അല്ലെങ്കിൽ ഇത് നിന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ അത് അടച്ചു കൂട്ടേണ്ടി വന്നേനും. ആദർശേട്ടൻ എന്തായാലും അറിഞ്ഞുകൊണ്ടാണ് അതെല്ലാം നിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയത് എന്ന് നവ്യ പറയുന്നുണ്ട്. നിൻ്റെ സ്നേഹപ്രകടനം കണ്ടിട്ടാണല്ലോ ഞാൻ നിൻ്റെ ചേട്ടനെ വേണ്ടെന്ന് വെച്ചിട്ട് നിന്നെ സ്നേഹിച്ച് പുറകെ പോകുന്നത്. അതുതന്നെ ഞാൻ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട് നവ്യ. ജലജ ഉറങ്ങാൻ നേരത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ജഗിലെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നുടനെയാണ് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നീ കിടക്കാൻ പോകണമെന്ന് ചോദിക്കും. ഭയങ്കര ചൂടായിട്ടെത്തി, അതുകൊണ്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചെന്ന് പറയും. അതെന്താ ഇപ്പം നിൻ്റെ റൂമിലെ AC ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടെന്ന് ചോദിക്കും. എൻ്റെ ഉള്ളിലും ചൂടാണ്, പുറത്തും ചൂടാണെന്ന് പറയും. എന്തായാലും അതൊന്നും ഇനിയിപ്പം ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ അടുക്കളയിലോട്ട് വരാൻ പറയും. അതെന്തിനാന്ന് ചോദിക്കും. നാളെ നിൻ്റെ മരുമകളുടെ 7ാം മാസ ചടങ്ങിന് അവർ പലഹാരമൊക്കെ ആയിട്ട് വരികയില്ലേ, അപ്പം നമ്മൾ തിരിച്ച് പലഹാരമൊക്കെ കൊടുത്തു വിടണം, അതിന് വേണ്ടിയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കണം എന്ന് പറയും. അത് അവിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വിട്ട് വല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് ജലജ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, ഇവിടെ നമ്മളുള്ളപ്പം നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ 7ാം മാസം വിളിക്കാൻ വന്നപ്പോഴത്തേന് ഇവിടെ വയ്യാത്ത അമ്മയാണ് എല്ലാം ഉണ്ടാക്കി തന്നു വിട്ടതെന്ന് പറയും. അതൊക്കെ അന്നത്തെ കാലമല്ലേ ഏട്ടത്തി, അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പിള്ളേർ അതൊക്കെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും ബേക്കറിയിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ലെന്നോ വിചാരിക്കുന്നവരാന്ന് പറയും. അതൊന്നും പറ്റത്തില്ല, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അതൊന്നും പറ്റത്തില്ല, ഞാൻ ഉണ്ടാക്കാനായിട്ട് പോവുക, അത് കാരണം നീ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടത്തി, ഞാൻ അങ്ങ് കിടക്കാൻ പോവാന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, എൻ്റെ അത്ര ക്ഷീണമൊന്നും നിനക്കില്ലല്ലോ, ഞാനാണെങ്കിൽ വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും എനിക്കില്ലാത്ത ക്ഷീണം നിനക്കെന്നാ, അതുകൊണ്ട് നീ അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ, വാ അടുക്കളയിലോട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് ദേവയാനി പോകുമ്പോഴത്തേന് ജലജയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഇങ്ങനെ അധികാരത്തോടെ പറയുന്നതും വിളിക്കുന്നതൊന്നും. എന്നിട്ട് ഒരു വിധത്തിൽ അങ്ങ് പുറകെ ചെല്ലുകയാണ്. ഗോവിന്ദൻ്റെ വീട്ടിലും കനകയും ഗോവിന്ദനോട് പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്നായിരിക്കും മരുമോളും അമ്മായിമ്മയും തമ്മിൽ ഇത്ര സ്നേഹമായത്? അതൊന്നും അറിയത്തില്ല ഗോവിന്ദേട്ടാ, എന്തായാലും അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അത് നമുക്ക് ഉറപ്പാണ്. പിന്നെ അത് നമ്മളോട് അവർ പറയുന്നില്ല, അതിന് കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ആദർശമോൻ ഇത് അറിയാവോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. ആദർശമോൻ അറിയാമായിരുന്നെങ്കിൽ ആദർശമോനും കണ്ടേനുമല്ലോ ആ അമ്പലത്തിലൊക്കെ വരാനായിട്ട്. ഇത് ഇവർ അമ്മായിമ്മയും മരുമോളും തന്നെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കനക. ദേവയാനി ഇങ്ങനെയൊക്കെ മോളെ സ്നേഹിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ പേടിയാണ് ഗോവിന്ദനെ. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ഗോവിന്ദേട്ടാ, ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അവർ തമ്മിൽ ഭയങ്കര സ്നേഹം തന്നെയാണെന്നൊക്കെ കനക പറഞ്ഞു. എന്നാലും നമ്മളിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാത്ത നമ്മുടെ മകൾ ഇതുപോലൊരു കാര്യം മറച്ചു വെച്ചത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, അതിനൊക്കെ ഉള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും, അവൾ തന്നെ കാര്യങ്ങളെല്ലാം നമ്മളോട് തുറന്നു പറയുമെന്നും കനക പറയുന്നുണ്ട്. ദേവയാനി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്. ആ സമയത്ത് നയനെ അവിടെ നോക്കി നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ജലജയും ജാനകിയും അവിടെ നിൽപ്പുണ്ട്. നയനെ അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് അവിടെ എങ്ങാനും പോയി ഇരുന്നു കൂടെയെന്ന്. ഉടനെ ജലജ പറയും, അവൾ ഇതെല്ലാം തിന്നാനായിട്ട് നിൽക്കുകയായിരിക്കും, ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞല്ലോ അമ്മായിയമ്മയൊക്കെ, ഇനിയിപ്പം അവൾക്ക് തിന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനെ പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും ഇത് കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിരുന്നല്ലേ, നിങ്ങളാരും എന്നെ ഉൾപ്പെടുത്താഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയും. ആ സമയത്ത് നവി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നയനെ പറയുന്നുണ്ട്, 7ാം മാസക്കാരി വന്നല്ലോ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇതെല്ലാം എടുത്ത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും, നല്ലതാണോ എന്നൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നവി എന്നിട്ട് ഓരോന്നും എടുത്ത് നോക്കി കഴിച്ചേച്ച് നല്ലതാണെന്ന് പറയും. എന്നിട്ട് പറയും, അമ്മായി വെച്ച
വെച്ചുകൊണ്ടായിരിക്കും, വളരെ ടേസ്റ്റ് ഉണ്ട്, എന്തായാലും എൻ്റെ അമ്മായിയമ്മയും അടുക്കള കയറ്റിയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്. എന്നാടി ഞാൻ അടുക്കള കയറാറില്ല എന്നൊക്കെ ചോദിക്കും. ഓ, നിങ്ങളുടെ കാര്യമൊന്നും ഇങ്ങോട്ട് പറയാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉടനെ ജാനകി പറയും, എനിക്കും ഒരു മകളുണ്ടായിരുന്നു, പക്ഷേ അവൾ വീട്ടിൽ പോയിരിക്കുകയല്ലേ, നാളത്തെ ഫംഗ്ഷനിൽ അവൾ വരുമോ എന്ന് ആർക്കറിയാവുന്നു. അത് കേൾക്കുമ്പോഴത്തേനും നവ്യ പറയും, അവൾ വരാതിരിക്കുന്നതാണ് ഈ ഫംഗ്ഷൻ ഏറ്റവും നല്ലതെന്ന്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മകൾ വരുന്നത് നിനക്ക് എന്നാ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കും. നിന്നെപ്പോലൊന്നും അല്ല എൻ്റെ മരുമോൾ ഈ വീട്ടിലോട്ട് കയറി വന്നത്, നല്ല അന്തസ്സോടു കൂടിയാണ് കയറി വന്നതെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും നവ്യ പറയും, നിങ്ങളുടെ മരുമകളുടെ അന്തസ്സൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്താടി നിനക്ക് ഇത്ര പറയാനിരിക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജാനകി. ഞാൻ അന്നേരത്തേന് ഉടനെ പറയാനായിട്ട് വാ പൊളിക്കുകയാണ് നവ്യ. അന്നേരത്തേന് നയനെ കണ്ണടച്ച് കാണിക്കും വേണ്ടാന്ന്. അത് ദേവയാനി കാണുന്നൊക്കെയുണ്ട്. അന്നേരം ഇനി ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട, അടുക്കള കിടന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങ് പൊക്കോന്ന് പറഞ്ഞ് ദേവയാനി ഉടനെ നയനെ കണ്ണ് കാണിക്കും പൊക്കോളാൻ പറഞ്ഞ്. ഉടനെ ഇവർ രണ്ടുപേരും ഇറങ്ങി അങ്ങ് പോകും. ജലജ നയനെയും ദേവയാനിയും മാറി മാറി നോക്കുന്നുണ്ട്, ഇവർ തമ്മിലുള്ള സ്നേഹമുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും സംശയമുണ്ട് ജലജയ്ക്ക് നയനയ്ക്കും ദേവയാനിക്കും ഇടയിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് വേണുവും രേവതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ജാനകി ഇപ്പം 3-4 പ്രാവശ്യം വിളിച്ചു, നാളത്തെ ഫംഗ്ഷന് ചെല്ലില്ലേ എന്ന് ചോദിച്ചാൽ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് നാളെ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവരുടെ മരുമകളും അവരുടെ കുടുംബമൊക്കെ ആ കൂട്ടത്തിൽ പങ്കെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം കാണുമല്ലോ, അത് അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അന്നേരം വേണു പറയും, 2 പ്രാവശ്യം പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, അത് നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാനൊരു മടി, അതുകൊണ്ട് പിന്നെ മോള് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് പറയുന്നുണ്ട്. ദേവയാനി വരെ ഇപ്പം നമുക്കിട്ട് പണി തരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് വേണു പറയുന്നുണ്ട്. ദേവയാനിയൊന്നും അങ്ങനെ ചെയ്യാറില്ല, പിന്നെ ആ നവ്യ നയനവിലൊക്കെ ചെയ്താലേ ഉള്ളെന്ന് പറയും. ഇനി എന്തായാലും ഇവരുടെ ഈ ഫംഗ്ഷനൊക്കെ കഴിയുമ്പോഴത്തേന് നവ്യ അങ്ങ് പോകുമല്ലോ, അത് കഴിയുമ്പോഴത്തേന് നയനെ മാത്രമേ കാണത്തുള്ളൂ, നയനെയാണ് ഓഫീസിന് പോകും, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പോകാമെന്നും വേണു പറയുന്നുണ്ട്. അപ്പോൾ അനാമിക അങ്ങോട്ട് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മോളെ നീ നാളെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. ഞാൻ നാളെ പോകുന്നതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, പിന്നെ ആ ചിക്കൻ ബോക്സുകാരി എങ്ങാനും വരുന്നുണ്ടോ എന്ന് അറിയണം, അവൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും, പിന്നെ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലും അവൾ നാളെ വരുവാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അനിയായിട്ട് അവൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള അർത്ഥമുണ്ടല്ലോ അവൾ വരുവാണെങ്കിൽ, അതുകൊണ്ട് മാത്രമേ ഞാൻ നാളെ പോകത്തുള്ളൂ, അല്ലെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. രേവതിയാണെങ്കിൽ മകളോട് പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ വേണുവിന് ഇവൾ പോകണം, ചെന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്നുള്ള രീതിയിലാണ് വേണു സംസാരിക്കുന്നത്. കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, നാളെ നവ്യമോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ നമുക്ക് നയനമോളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന്. അതൊക്കെ ആവശ്യമുണ്ടോ എന്നുടനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. ആവശ്യമുണ്ട് ഗോവിന്ദേട്ടാ, എന്തായാലും അവരെ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. നാളെ ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണെപ്പോഴും നയനയുടെയും ദേവയാനിയുടെയും മുഖത്ത് തന്നെയായിരിക്കും. അവർ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ചെക്ക് ചെയ്യണം. പിന്നെ നവ്യമോളുടെ കൂട്ടത്തിൽ നയനയും കൂടെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ 2 ദിവസം അവരുടെ കൂടെ നിൽക്കാമെന്നുള്ള ആഗ്രഹം നന്ദുവും പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾ പെട്ടെന്ന് അങ്ങ് ട്രെയിനിങ്ങിനും പോകും, ആ സമയത്ത് പിന്നീട് അങ്ങനെ വരാനും പോകാനും ഒന്നുമുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നയനയും കൂടെ 2 ദിവസം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറയും. നാളത്തെ ഫംഗ്ഷന് നന്ദുവിനെ കൊണ്ടുപോകണമെന്നാണ് ഗോവിന്ദന് സംശയം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അനാമികയ്ക്ക് ഇഷ്ടപ്പെടുകയൊന്നും ഇല്ലല്ലോ, പിന്നെ അതൊരു പ്രശ്നമൊക്കെ ആകത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് കനക പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, അവളുടെ ചേച്ചിയുടെ 7ാം മാസ ചടങ്ങല്ലേ നടക്കുന്നത്, അവരുടെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ചടങ്ങിൽ നിന്നും മോളെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. അത് തന്നെയല്ല, നന്ദുവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയെയും വഴക്ക് പറയും, അപ്പോൾ അതൊക്കെ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, അവർ വല്ലതൊക്കെ പറയില്ലേ, അത് കാരണം കൊണ്ടുപോയേക്കാമെന്ന് ഗോവിന്ദനും പറയും. പിന്നെ എനിക്ക് മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ആ ജ്യോത്സ്യം പറഞ്ഞതാണ്, നന്ദു സ്നേഹിച്ച പുരുഷനെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് കനകയും പറയും, എനിക്കത് ഓർത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയും, എന്തായാലും നമ്മളായിട്ട് അതിനുള്ള ഒരു വളം വെച്ച് കൊടുക്കുകയൊന്നും വേണ്ട, അവരെ മാക്സിമം അകറ്റി നിർത്താൻ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. എന്തായാലും നാളത്തെ ഫംഗ്ഷന് നന്ദൂട്ടം വരട്ടെ എന്ന് തന്നെയാണ് കനക പറയുന്നത്. പിന്നെ നയനമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആദർശമോൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ. ആദർശമോൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും, 2 ദിവസമോ ഒരാഴ്ചയോ ഇവിടെ വന്ന് നിർത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല ആദർശമോന്. പിന്നെ നയനെ ഇങ്ങോട്ട് വിടാത്ത ഒരേ ഒരാളേ ഉള്ളൂ ഇപ്പോൾ ആ വീട്ടിൽ,
അത് ദേവയാനിയാണ്. മരുമോളെ ഇപ്പം ദേവയാനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ നയന മോക്കൊരു തലവേദന വന്നപ്പോഴത്തേന് ആദർശമോൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയതായിരുന്നു മോള്. അന്നേരം ദേവയാനിയാണ് ഓരോന്നൊക്കെ പറഞ്ഞ് ആ യാത്ര മുടക്കിയത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മരുമോളെ ഒരു നിമിഷം പോലും മാറ്റി നിർത്താനായിട്ട് ദേവയാനിക്ക് സമ്മതമല്ല. ദേവയാനി എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മുടെ മകളാണ് കരൾ കൊടുത്തെന്ന്. അവൾ സ്നേഹം മാത്രമല്ലല്ലോ അമ്മായിമ്മയ്ക്ക് കൊടുത്തത്, സ്വന്തം കരളൂടെയല്ലേ. അത് എന്തായാലും മറക്കാനും പൊറുക്കാനും ഒന്നും ഒരിക്കലും പറ്റത്തില്ല ദേവയാനിക്ക്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പം മരുമോളെ ചേർത്ത് പിടിക്കണമെന്ന് ദേവയാനി ആഗ്രഹിക്കുന്നതെന്നൊക്കെ കനക പറയും. എന്തായാലും ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥ നമുക്ക് നയനയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ ദേവയാനി പറയണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഗോവിന്ദേട്ട നമുക്ക് മുന്നോട്ടുള്ള യാത്ര. ഇത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. നയനെ മോളെയും ഈ കൂട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയും. അന്നേരവും ടെൻഷൻ മാറുന്നില്ല ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനി ഇതിനിടയിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടായിരിക്കുമോ ദേവയാനിയുടെ സ്നേഹത്തിന് പിന്നിലെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പം പഴയ ആളെയല്ല ദേവയാനി, അതുകൊണ്ട് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് കനക പറയുന്നത്. അനിക്ക് നന്ദുവിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണ്. അനി ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് നന്ദുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേനും നന്ദു ഇങ്ങനെ ചിക്കൻ ബോക്സൊക്കെ കഴിഞ്ഞ് മുഖത്തെല്ലാം പാടൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. അപ്പോഴത്തേനും ഉടനെ അത് കാണുമ്പോൾ ഒരു സന്തോഷവും സങ്കടവും വരുന്നുണ്ട് അനുക്ക്. അനു അന്നേരം മനസ്സിലോർക്കും, എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് അവളിങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നത്, വിളിക്കണ്ട എന്ന് തന്നെയായിരിക്കും അതിനർത്ഥം. അതുകൊണ്ട് അവളെ വിളിച്ച് വിഷമിപ്പിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫോണെടുത്ത് മാറ്റി വെച്ചങ്ങ് ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്നത് അനി. അവയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ല. അനഘ ഫോൺ വിളിച്ച കാര്യമാണ് മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. ഞാൻ നാട്ടിലേക്ക് വരികയാണ്, എൻ്റെ കൂടെ കുഞ്ഞുമുണ്ട്, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞ ഡയലോഗുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഓർക്കുമ്പോൾ അവയ്ക്ക് ഉറക്കം വരുന്നേയില്ല. അപ്പോൾ ആണ് നവി അങ്ങോട്ട് കയറി വരുന്നത്. നവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി, നീ ഉറങ്ങിയില്ലേന്ന്. ഞാൻ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്നൊക്കെ പറയും. നീ എന്തായാലും എനിക്കൊരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ല. നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ എവിടെയൊക്കെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരിക്കുമല്ലേ, ആരുടെയൊക്കെ കൂടെ കറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് അഭി പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിന് വരുന്നത്, എനിക്കാകെ തലവേദനയായല്ലോ എന്ന് പറയും. ഞാൻ നാളെ അങ്ങ് പോവും, അത് കഴിയുമ്പോഴത്തേന് തിരിച്ച് വരുന്നത് എൻ്റെ കുഞ്ഞുമായിട്ടായിരിക്കും. അപ്പം നീ എൻ്റെ കുഞ്ഞിനെയെങ്കിലും സ്നേഹിച്ചാൽ മതിയായിരുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നവ്യ. അപ്പോൾ അഭി പറയുന്നുണ്ട്, നവ്യ നിന്നോട് എനിക്ക് സ്നേഹക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നിനക്കുള്ള സാരി നിൻ്റെ അനിയത്തി എടുത്ത് തന്നല്ലോ, പിന്നീട് അതിൻ്റെ പുറത്തോട്ടൊരു സമ്മാനം ഒന്നും മേടിച്ച് തരണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ നിനക്കൊന്നും മേടിച്ച് തരാഞ്ഞെന്ന് പറയും. അന്നേരത്തേന് നവ്യ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ മേടിച്ച് തന്നെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് മേടിച്ച് തരുന്ന എത്ര മൂല്യം ഒരു പെണ്ണിന് വേറെ ഒന്നിനുമില്ല. എന്ത് വില കുറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞാലും അത് ഭർത്താവ് മേടിച്ച് തരുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയുണ്ടെന്നൊക്കെ പറയും. അതെന്തായാലും നിന്നെ കൊണ്ടൊന്നും ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്നെങ്കിലും അഭി പറയുന്നുണ്ട്, നവ്യ നീ കിടന്നുറങ്ങും, നിനക്ക് നാളെ പോകേണ്ടതല്ലേ എന്നൊക്കെ പറയും. ഞാൻ കയറി കിടന്നേക്കാം, ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നവി അങ്ങ് കിടക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം അഭി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, എൻ്റെ ടെൻഷൻ മുഴുവൻ ഈ അനഘ വരുന്നതിനെ കുറിച്ചല്ലേ, അത് കാരണം ഇനി എൻ്റെ നയം ഒന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ, നവിയോട് ഇച്ചിരി സ്നേഹമൊക്കെ കാണിച്ചേക്കാം എന്നുള്ള പരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.